Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കത്തോലിക്കാ സഭയിലെ ഏറ്റവും സന്തോഷപൂർണമായ തിരുനാളുകളിൽ ഒന്നാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. ഇത് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ ആഘോഷം മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയുടെ തിരുനാൾ കൂടിയാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ 1950 തൻ്റെ അപ്പസ്തോലിക പ്രഖ്യാപനത്തിലൂടെ സഭയുടെ വിശ്വാസമായി പ്രഖ്യാപിച്ചത്, ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കിയ പരിശുദ്ധ കന്യകാമറിയം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നതാണ്. ഈ തിരുനാളിൽ സഭ മറിയത്തെ ആരാധിക്കുന്നില്ല, മറിച്ച് ദൈവം തൻ്റെ ദാസിയിൽ പ്രവർത്തിച്ച അത്ഭുതകരമായ രക്ഷാപ്രവൃത്തിയെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ വചനങ്ങൾ മുഴുവൻ വിജയത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, അനുസരണത്തിൻ്റെ, പ്രത്യാശയുടെ സന്ദേശം നൽകുന്നത്. ആദ്യ വായനയിൽ നാം കേൾക്കുന്നത് ചെങ്കടൽ കടന്ന ശേഷം മോശയും ജനവും ആലപിച്ച വിജയഗാനമാണ്. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവത്തെ അവർ സ്തുതിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതവും ഒരു വിജയഗാനമാണ്. അവളുടെ മാഗ്നിഫിക്കാത്ത് മോശയുടെ ഗീതത്തിൻ്റെ പുതിയ നിയമ രൂപമാണ്. ചെങ്കടലിലൂടെ ഇസ്രായേലിനെ കടത്തിക്കൊണ്ടുപോയ ദൈവം മറിയത്തിലൂടെ മാനവരാശിയെ രക്ഷകനിലേക്ക് നയിച്ചു. വിശുദ്ധ അംബ്രോസ് പറയുന്നു, മറിയത്തിൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, കാരണം അവളുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിരുന്നു. മറിയത്തിൻ്റെ മഹത്വം അവളുടേതല്ല, ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വമാണ്. അതുകൊണ്ടാണ് സ്വർഗാരോപണം മനുഷ്യൻ്റെ കഴിവിൻ്റെ വിജയമല്ല, ദൈവകൃപയുടെ വിജയമാണെന്ന് സഭ പഠിപ്പിക്കുന്നത്. കാനായിലെ കല്യാണത്തിൽ മറിയം പറഞ്ഞ ഒരേ ഒരു ഉപദേശം ഇതാണ്: അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈ ഒരു വാചകത്തിൽ മുഴുവൻ ക്രൈസ്തവ ആത്മീയതയും അടങ്ങിയിരിക്കുന്നു. മറിയം ഒരിക്കലും തന്നെ കേന്ദ്രമാക്കിയില്ല, അവൾ എപ്പോഴും യേശുവിലേക്കാണ് മനുഷ്യരെ നയിച്ചത്. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയിൽ മറിയത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന മാതാവ് എന്ന് വിളിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു, മറിയത്തിൻ്റെ മാധ്യസ്ഥം എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ ഏക മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മരിയഭക്തിയുടെ ലക്ഷ്യം മറിയത്തിൽ അവസാനിക്കുന്നില്ല, യേശുവിലാണ്. ഇന്നത്തെ 2-ാം വായനയിൽ ശ്ലീഹന്മാർ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ ഏകമനസ്സായി നിൽക്കുന്നത് നാം കാണുന്നു. സഭ ജനിച്ച പന്തക്കുസ്ത ദിനത്തിന് മുൻപ് മറിയം സഭയുടെ മധ്യത്തിലുണ്ടായിരുന്നു. ഇത് യാദൃശ്ചികമല്ല. യേശുവിന് ശരീരം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് മറിയത്തിന്മേൽ ഇറങ്ങി. ഇപ്പോൾ സഭ രൂപപ്പെടുമ്പോഴും അതേ മറിയം സഭയോടൊപ്പം പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലൂമൻ ജെൻസിയം പറയുന്നു, മറിയം സഭയുടെ പ്രത്യാശയും ആശ്വാസത്തിൻ്റെ അടയാളവുമാണ്. ഇന്നും സഭയുടെ എല്ലാ നവീകരണവും പരിശുദ്ധാത്മാവിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലും മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുന്ന സംസ്കാരം വളരേണ്ടതുണ്ട്. ലൂക്കാ 11 ഒരു സ്ത്രീ യേശുവിനോട് പറയുന്നു, അങ്ങയെ പ്രസവിച്ച അമ്മ ഭാഗ്യവതി. അപ്പോൾ യേശു മറുപടി പറയുന്നു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. യേശു മറിയത്തെ ചെറുതാക്കുന്നില്ല. മറിയത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം യേശുവിനെ പ്രസവിച്ചതല്ല, മറിച്ച് ദൈവവചനം പൂർണ്ണമായി അനുസരിച്ചതിലാണ്. അറിയിപ്പിൻ്റെ സമയത്ത് അവൾ പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. കാനായിൽ അവൾ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ. കുരിശിൻ്റെ കീഴിൽ അവൾ മൗനത്തിൽ നിന്നു. പന്തക്കുസ്തായിൽ അവൾ പ്രാർത്ഥനയിൽ നിന്നു. അവസാനം സ്വർഗത്തിൽ അവൾ മഹത്വീകരിക്കപ്പെട്ടു. അനുസരണം മഹത്വത്തിലേക്കുള്ള വഴിയാണ്, മറിയത്തിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് പറയുന്നു, നന്മയിൽ ജ്ഞാനമുള്ളവരും തിന്മയിൽ അനുഭവമില്ലാത്തവരുമായിരിക്കുവിൻ. ഇന്നത്തെ ലോകം തിന്മയെ അറിയുന്നതിനെ പുരോഗതിയായി കാണുന്നു, എന്നാൽ വിശുദ്ധിയുടെ വഴി നന്മ തിരഞ്ഞെടുക്കുന്നതാണ്. മറിയം പാപമില്ലാത്തവളായിരുന്നതിനാൽ തിന്മയെ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവൾ പുതിയ ഹവ്വ ആയത്. വിശുദ്ധ ഇരണേവൂസ് പറയുന്നു, ഹവ്വയുടെ അനുസരണക്കേടിലൂടെ കെട്ടുപോയ കെട്ട്
മറിയത്തിൻ്റെ അനുസരണത്തിലൂടെ അഴിക്കപ്പെട്ടു. ഇതാണ് രക്ഷാചരിത്രത്തിലെ മറിയത്തിൻ്റെ സ്ഥാനം. സ്വർഗാരോപണം മറിയത്തിൻ്റെ വ്യക്തിപരമായ ബഹുമതി മാത്രമല്ല, അത് സഭയുടെ ഭാവിയുടെ മുൻകാഴ്ചയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, മറിയം സ്വർഗാരോപിതയായി, നാമും ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു, മറിയത്തിൻ്റെ സ്വർഗാരോപണം ക്രിസ്ത്യാനികളുടെ ഭാവിയിലെ ഉയർപ്പിൻ്റെ ഉറപ്പും പ്രത്യാശയുമാണ്. അതുകൊണ്ട് ശവകുടീരമാണ് അവസാനമല്ല, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. വിശുദ്ധ എഫ്രേം മറിയത്തെ പുതിയ സൃഷ്ടിയുടെ പരിശുദ്ധ പേടകം എന്ന് വിളിക്കുന്നു. വിശുദ്ധ ജോൺ ഡമാസ്കസ് പറയുന്നു, ദൈവത്തെ ഗർഭത്തിൽ വഹിച്ച ശരീരം അഴുകിപ്പോകുന്നത് ഉചിതമല്ല. വിശുദ്ധ അഗസ്തീനോസ് നമ്മെ പഠിപ്പിക്കുന്നു, മറിയം ആദ്യം വിശ്വാസത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു, പിന്നെയാണ് ഗർഭത്തിൽ സ്വീകരിച്ചത്. ഈ പിതാക്കന്മാരെല്ലാവരും ഒരേ സത്യം പഠിപ്പിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ ജീവിതമായിരുന്നു. ഇന്നത്തെ കുടുംബങ്ങൾ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പ്രാർത്ഥന കുറഞ്ഞു, കുടുംബ സംഭാഷണങ്ങൾ കുറഞ്ഞു, മക്കൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. സാങ്കേതിക വിദ്യ ബന്ധങ്ങളെ ദുർബലമാക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ മറിയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവൻ പറയുന്നത് ചെയ്യുവിൻ. കുടുംബത്തിൽ യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ സമാധാനമുണ്ടാകും. ജപമാല ചൊല്ലുന്ന കുടുംബം യേശുവിനെ കേന്ദ്രമാക്കുന്ന കുടുംബമാണ്. മറിയഭക്തി ഒരിക്കലും അന്ധവിശ്വാസമല്ല, അത് യേശു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്കുള്ള വഴിയാണ്. ഇന്നത്തെ തിരുനാൾ നമ്മെ 5 തീരുമാനങ്ങൾ എടുക്കുവാനായി ക്ഷണിക്കുന്നു. യേശുവിൻ്റെ വചനം ദിവസവും വായിക്കുക. മറിയത്തെ പോലെ ദൈവഹിതത്തോട് അതെ എന്ന് പറയുക. കുടുംബമായി ദിവസവും പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ജപമാല ചൊല്ലുക. തിന്മയേക്കാൾ നന്മയെ തിരഞ്ഞെടുക്കുക. സ്വർഗത്തെ ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യമായി കാണുക. ഒരു കൊച്ചുകുട്ടിയോട് അധ്യാപകൻ ചോദിച്ചു, നിന്റെ അമ്മ എന്താണ് നിന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത്? കുട്ടി മറുപടി പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് ധാരാളം ഉപദേശങ്ങൾ തന്നിട്ടില്ല, പക്ഷേ ഓരോ പ്രശ്നത്തിലും അവൾ പറയുന്നത് ഒന്ന് മാത്രമാണ്, ആദ്യം പ്രാർത്ഥിക്കൂ, യേശു എന്താണ് പറയുന്നതെന്ന് നോക്കൂ. അതാണ് മറിയത്തിൻ്റെ ആത്മീയത. അവൾ നമ്മെ തന്നിലേക്കല്ല യേശുവിലേക്കാണ് അയക്കുന്നത്. മറിയത്തിൻ്റെ സ്വർഗാരോപണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ അവസാന വാക്ക് മരണമല്ല, മഹത്വമാണ് എന്നതാണ്. മോശയുടെ കീർത്തനത്തിലെ വിജയ ദൈവം, കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ യേശു, പന്തക്കുസ്തായിൽ സഭയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, അതേ ത്രിയേക ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ സാരാംശം ഒരു വാക്യത്തിൽ ഒതുങ്ങുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ആ വചനം നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹത്തിലും ജീവിച്ചാൽ നാം ഭൂമിയിൽ വിശുദ്ധിയുടെ ജീവിതം നയിക്കുകയും ഒരു ദിവസം മറിയത്തോടൊപ്പം സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരുകയും ചെയ്യും. മറിയത്തെ സ്നേഹിക്കുന്നവൻ യേശുവിൽ നിന്ന് അകലുന്നില്ല, മറിച്ച് യേശുവിനോട് കൂടുതൽ അടുക്കുന്നു. മറിയത്തിൻ്റെ കൈ പിടിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ തൻ്റെ ജീവിതം ഒടുവിൽ സ്വർഗീയ മഹത്വത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. സ്വർഗാരോപിതയായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവവചനം കേട്ട് വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയും സമാധാനവും വിശ്വാസവും വളർത്തണമേ. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന നിന്റെ മാതൃവചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മാർഗദീപമാകട്ടെ. ഭൂമിയിലെ തീർത്ഥയാത്ര വിശുദ്ധിയോടെ പൂർത്തിയാക്കി നിത്യസ്വർഗത്തിൽ നിന്നോടും എല്ലാ വിശുദ്ധരോടും കൂടെ ദൈവത്തെ എന്നേക്കും സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.